وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മുത്തഖികളായി ജീവിക്കുന്ന മുത്തഖികളായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നോമ്പും അതുപോലെ നമ്മുടെ അമലുസ്വാലിഹാത്തുകളും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും ഒക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കുറച്ചു നേരം പറയാൻ ഉള്ള വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞു അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും പല നിലക്കും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ അറിവ് ഏത് എന്ന് ചോദിച്ചാൽ, ദുനിയാവിലുള്ള പല കാര്യങ്ങളും വർഷങ്ങളോളം എടുത്ത് പലരും പലതും പഠിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അറിവ് അത് അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തൊക്കെ അറിവുകൾ നേടിയിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച് അതുവരെയുള്ളൊരു അറിവ്, പിന്നീട് അതിനു മുകളിലേക്ക് +2-ഉം ഡിഗ്രിയും അതുപോലെ തന്നെ അതിനു മുകളിലും ഇങ്ങനെ പലതരത്തിലുള്ള ദുനിയാവിന്റെ അറിവുകൾ നേടാൻ ഇപ്പോഴും നമ്മൾ പരിശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് ജോലിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഡിഗ്രി വേണം, നിർബന്ധമാണ്. അതുകൊണ്ട് ഡിഗ്രി എടുക്കാൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണ്. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ റബ്ബിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ എൻ്റെ റബ്ബിനെ കുറിച്ച് ഒരാൾ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ പറയാൻ എനിക്ക് സാധിക്കും എന്നുള്ള ആ ഒരു അറിവ് ഞാൻ നേടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇപ്പോ ആകാശഭൂമികളെയും അതിന്റെ ഇടയിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ച ആ ഒരു രക്ഷിതാവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അത് ആരാണെന്ന് ചോദിച്ചാൽ അത് അല്ലാഹു ആണെന്ന് പറയും. പക്ഷെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും, വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലും തുടർച്ചയായിട്ടും അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞും ഒക്കെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനിന്റെ 40ാമത്തെ അധ്യായം സൂറത്തു മുഅ്മിൻ അല്ലെങ്കിൽ സൂറത്തുൽ ഗാഫിർ, ഇതിലെ 64ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. നോക്കൂ, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഒരു താമസ സ്ഥലമാക്കി തന്നത്.
ആകാശങ്ങളെ എടുപ്പുകളാക്കി. ഇപ്പൊ ഇതേ രൂപത്തിൽ ഉള്ള ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഈ ലോകത്ത് ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ആ റബ്ബിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചു തരികയാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംല്, അതൊന്നും ഒരുപാട് വിശദീകരിച്ച് ഇപ്പൊ പറയാനുള്ള സമയമില്ല, വലിയൊരു വിഷയമായതുകൊണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു ആയത്തുകളാണ് വിശുദ്ധ ഖുർആൻ. സൂറത്ത് നംല് 27-ാമത്തെ അധ്യായം സൂറത്ത് നംലിന്റെ 60 മുതൽ 64 വരെയുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിക്കണം. ഇന്ന് നമുക്ക് ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വിശുദ്ധ ഖുർആൻ വളരെ നല്ല രൂപത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ചില ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആ അള്ളാഹുവിനെ ഒഴിച്ച് വേറെല്ല ആളുകളിലേക്ക് നിങ്ങൾ പോകുകയാണോ? ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ചും ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാൽ മനുഷ്യർ എത്തി നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ചില ആളുകൾ, അവരെ കുറിച്ച് പറയാണ്, യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അവർ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ദുനിയാവിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിനെ കുറിച്ച് അവൻ അറിയാത്തതിന്റെ കാരണത്താൽ അള്ളാഹു പറയാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ചില ആളുകൾ അവരെന്ത് ചെയ്തു? അവർ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി. യുഹിബ്ബുഹും കഹുബ്ബില്ലാഹ്. നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ആ പങ്കാളികളെ സ്നേഹിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ചില പങ്കാളികളെ അവർ സ്നേഹിക്കാനും അതുപോലെ ഇഷ്ടപ്പെടാനും തുടങ്ങി. എന്നാൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം? അള്ളാഹു പറയാണ്, വല്ലദീന ആമനൂ, യഥാർത്ഥ വിശ്വാസികൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അവർക്ക് കഠിനമായ ഇഷ്ടം അള്ളാഹുവോടായിരിക്കും. ഇനി നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ആ അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇപ്പം പല സമയത്തും നമുക്കൊക്കെ പല ഇതിലും കാണാൻ സാധിക്കുമല്ലോ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീരൊന്നും വരൂല. ഏതെങ്കിലും ദർഗയുടെ അടുത്തോ ജാറത്തിന്റെ അടുത്തൊക്കെ പോയിട്ട് കൈകൾ ഉയർത്തി അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ബഹുമാനം, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റുവീഴുന്നു. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റ് റബ്ബിനോട് പറയുമ്പോൾ ഉണ്ടാകാത്ത ഒരു ഭയവും, അതുപോലെ തന്നെ വല്ലാത്തൊരു ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു അല്ലാത്ത ചില സൃഷ്ടികൾക്ക് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ്, ചില ഖബറിന്റെ മുമ്പിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനും നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്കെന്റെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതറിയുന്നവൻ എന്റെ റബ്ബാണ്. ആ റബ്ബിന് മാത്രമേ എന്റെ ജീവിതത്തിലെ ചെറിയ ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ, വലിയ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് വരെ മാറ്റിത്തരാൻ ലോകത്ത് സാധിക്കുക എന്റെ റബ്ബിന് മാത്രമാണ്. വേറെ ഒരാൾക്കും എനിക്കൊരു ചെറിയ നന്മ ചെയ്യാൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിചാരിക്കുകയാണ് ഇന്ന വ്യക്തിക്ക് ഒരു ഖൈറ് കൊടുക്കണമെന്ന്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ
സുഹൃത്തുക്കളെ, അത് സാധിക്കുകയില്ല എന്നാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളിലൂടെ ഇപ്പൊ എത്രയോ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുണ്ട്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, വദൂദാണ്, ജബ്ബാറാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോന്നും അതിനെക്കുറിച്ച് നോക്കൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ അറഫല്ലാഹ് ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അഹബ്ബഹു ലാ മഹാല, അവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അവൻ അള്ളാഹുവിലേക്ക് എത്തുമെന്നാണ്. അവൻ അത്രത്തോളം അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. ഇനി നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഇന്നല്ലാഹ തിസ്അതൻ വതിസ്ഈന ഇസ്മ. അള്ളാഹുവിന് ഒരുപാട് നാമഗുണ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പറയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില നാമങ്ങളാണ്. എന്നാൽ അതിനപ്പുറവുമുണ്ട് എന്ന് ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചിലത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്, ചിലത് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത ഇല്ലാ വാഹിദ, 100 കുറവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ, മനപ്പാഠമാക്കി കഴിഞ്ഞാൽ, ചില ഹദീസ് റിവായത്തിൽ കാണാൻ മൻ ഹഫിളഹ, ആരെങ്കിലും അത് മനപ്പാഠമാക്കിയാൽ. സുഹൃത്തുക്കളെ, ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളെ കുറിച്ചും അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും ഉൾക്കൊണ്ട് ജീവിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച ഒരാൾ മുന്നോട്ട് പോയാൽ അയാൾക്ക് സ്വർഗത്തിലെത്താൻ അത് കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എത്രത്തോളം, അത് 100 ഭാഗമായി അള്ളാഹു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫഅൻസക ഇൻദഹു 99, 100 എണ്ണത്തിൽ 99 എണ്ണവും അള്ളാഹു തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് 100 ഭാഗങ്ങളുണ്ട്. അതിൽ 99 എണ്ണവും എവിടെയാണ്? അള്ളാഹുവിന്റെ അടുത്ത് തന്നെയാണ്. ഈ ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ. 100ൽ നിന്ന് 1 മാത്രമാണ്, 1 ഭാഗം മാത്രമാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ്, ഫമിൻ ദാലിക ജുസ്ഉ യതറാഹമുൽ ഖലായിക. നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന റഹ്മത്തിൽ മനുഷ്യന്മാര് തന്റെ മക്കളോട് കാണിക്കുന്ന അതേപോലെ എത്രത്തോളം മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്, തള്ളപ്പക്ഷികൾ അവരുടെ ആ ഒരു ചിറകിന്റെ ഉള്ളിലേക്ക് തന്റെ ചെറിയ കുഞ്ഞുങ്ങളെ ആക്കുന്നത്, ഇതൊക്കെ എന്താണ്? ദുനിയാവിൽ നമ്മൾ കാണുന്ന ഈ റഹ്മത്തുകളൊക്കെ അള്ളാഹുവിന്റെ 100ൽ അള്ളാഹു ഇറക്കിയിട്ടുള്ള 1ന്റെ റഹ്മത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാക്കി 99 എവിടെയാണുള്ളത്? എവിടെയുള്ളത്? അള്ളാഹുവിന്റെ അടുത്താണ്. അപ്പൊ ആ 1 ഇപ്പൊ നമ്മൾ പരസ്പരം കാണുമ്പോൾ ആളുകളോട് നല്ല രൂപത്തിൽ ഇടപഴകുന്നതും കാരുണ്യം കാണിക്കുന്നതും, അതൊക്കെ ആ റഹ്മാനായ റബ്ബിന്റെ 100ൽ 1 ഈ ദുനിയാവ് ലോകത്തേക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 99 എവിടെ ഉണ്ട്? അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു അതിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ നബിമാരും അവരുടെ തൗഹീദി പ്രബോധനം, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. ഏത് നബിയും, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നബിമാരുടെ ചരിത്രം എടുത്ത് അവരുടെ പ്രബോധനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കൂ.
അവരൊക്കെ എത്തി അവരുടെ സമൂഹത്തോട് ആദ്യമായി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവരിലേക്ക് എത്തിക്കാൻ. അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ വേറെ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വല്ലാത്തൊരു വചനമുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൗ നസല അവ്വലു ശൈഇൻ ലാ തശ്റബുൽ ഖംറ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങുന്ന സമയത്ത് ആദ്യം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആളുകളോട് ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു എങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾക്കൊരിക്കലും കള്ള് ഉപേക്ഷിക്കാൻ പറ്റൂല, ഞങ്ങൾ കള്ളുകൂടി നിർത്തൂലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ആദ്യം പ്രബോധനം തുടങ്ങിയത് എന്താ? കള്ളുടിക്കരുത് എന്നാണോ? അല്ലല്ലോ. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൗ നസല ലാ തസിനു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വന്നിട്ട് ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ലഖാലു, അവിടുത്തെ ആളുകൾ പറയുമായിരുന്നു ലാ നദു സിന അബദാ, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം നിർത്തൂലായിരുന്നു. പക്ഷേ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലെത്തി അവിടെയുള്ള ആളുകളിലെ ഒന്നാമത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്റെ മുകളിലേക്ക് തന്റെ കുടുംബക്കാരെ, അമ്മായിമാരെ, അതുപോലെ അളാപ്പ മൂത്താപ്പമാരെ, ഇങ്ങനെ അയൽവാസികൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്തു തൗഹീദ് അവിടെ അള്ളാഹുവിനെ കുറിച്ച് ആദ്യം അവരിലേക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളും അങ്ങനെ ആയിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇബാദത്തുകൾ ചെയ്യുമ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾ അങ്ങനെ വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്റെ കൈകൾ കെട്ടുന്നത് എന്നെ കാണുന്ന, എന്റെ മനസ്സിന്റെ ഉള്ളിലെ വിചാരങ്ങൾ എന്തെന്നറിയുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ കൈകൾ കെട്ടുന്നത്. എന്നെ എന്റെ റബ്ബ് കാണുന്നു, അറിയുന്നു എന്ന നിലക്ക് നമുക്ക് നിസ്കരിക്കുമ്പോഴേ നമ്മുടെ നിസ്കാരം നമുക്ക് ഖുശൂഓടുകൂടി അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഇബാദത്തുകൾക്കൊന്നും തന്നെ ഒരു ഖുർറത്ത് ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, അതുപോലെ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പല ക്ലാസ്സുകളിൽ നിന്നും, അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് റമദാൻ കഴിഞ്ഞാലും ഇവിടെ പല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഖുതുബയൊക്കെ ഉണ്ടല്ലോ. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയതുപോലെ ഓരോ ദിവസവും മരണം വരെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാൽ, ആ അള്ളാഹു ഭംഗിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ആ ഭംഗിയും അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ആ അള്ളാഹുവിനെ നമുക്ക് എവിടെന്നാ കാണാൻ പറ്റുക? നാളെ റബ്ബിന്റെ സ്വർഗത്തിലെത്തുമ്പോൾ അതിന് തന്നെ സ്വർഗത്തിൽ പ്രത്യേകം ദറജകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ചില ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, സ്വർഗത്തിൽ അവരെ കുറിച്ച് പറയാണ്, ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് വല്ലാതെ സന്തോഷിക്കുന്നവയായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവർ തന്റെ റബ്ബിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. റബ്ബിനെ നേരിൽ കാണാൻ, ആ റബ്ബിന്റെ അടുക്കലെത്തി സ്വർഗത്തിന്റെ ഉന്നതിയിലെത്താൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പഠിച്ച് റഹ്മാനായ റബ്ബിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ആ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, റബ്ബ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാ സൃഷ്ടികളുടെയും മീതെയായി
ഏറ്റവും ഉപരിലോകത്ത് കഴിയുന്നവനാണ് അള്ളാഹ് എന്ന് നമ്മൾ അറിയുന്നു. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ അറിയുന്ന, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. എന്താ അതിന്റെ അർത്ഥം? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതന്മാൻ. അപ്പൊ ആ നിലക്ക് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ ഒരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും നമ്മൾ പ്രത്യേകം എടുത്തിങ്ങനെ പഠിച്ചാൽ നമുക്ക് കൂടുതൽ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാടായി പറയേണ്ട വിഷയമാണ്. പക്ഷേ ഞാൻ ചെറിയ രൂപത്തിൽ ഈ സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും, അതിന്റെ പ്രത്യേകമായ ബുക്കുകൾ തന്നെ ഉണ്ട്, മലയാളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന. അപ്പൊ അള്ളാഹു സമദാണ്, അള്ളാഹു അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, സമീ ആണ്, ബസീറാണ്, ഇങ്ങനെ ഓരോന്നും വിശദീകരിക്കുന്ന മലയാളത്തിലുള്ള ബുക്കുകൾ തന്നെ നമുക്ക് കിട്ടും. പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അവന്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് എത്തുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.